സിപിഎമ്മിന്റെ കണ്ണിലെ കരടുകളാണ് എംഎൽഎമാരായ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും. നിലവിൽ നിയമസഭയിൽ തളിപ്പറമ്പിനെയും പയ്യന്നൂരിനെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഇരുവരും. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ഈ രണ്ട് മണ്ഡലങ്ങളും ഇന്ന് യു.ഡി.എഫിനൊപ്പം നിൽക്കുന്നതിന്റെ കാരണം ഈ നേതാക്കന്മാരുടെ ജനകീയത മാത്രമല്ല, സിപിഎം എന്ന പാർട്ടിയിലെ നേതാക്കളുടെ തനിക്കോണം കൊണ്ടുകൂടിയാണ്. രക്തസാക്ഷി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടതെങ്കിൽ തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന് പകരം ഗോവിന്ദന്റെ ഭാര്യയെ നിർത്തിയതിനെതിരെയാണ് ടി.കെ. ഗോവിന്ദൻ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം ഈ രണ്ട് നേതാക്കന്മാർ സംയുക്തമായി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൊടുക്കാൻ ബാക്കി വെച്ചത് മുഴുവനായും സിപിഎം നേതാക്കന്മാർക്കും എം.വി. ഗോവിന്ദനുമായി വീതം വെച്ച് നൽകുന്നുണ്ട് രണ്ട് നേതാക്കന്മാരും. സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിൽ അവരെ പൊട്ടനാക്കി വാർത്താ സമ്മേളനത്തിലും പാർട്ടി വേദികളിലും സംസാരിക്കുന്ന എം.വി. ഗോവിന്ദനാണ് പാർട്ടിയുടെ നാശത്തിന് കാരണമെന്ന് പറയുന്നുണ്ട് വി. കുഞ്ഞികൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ പൊതുജനങ്ങളോട് പറയാൻ ബാധ്യതയില്ലെന്നും ബഹുജനങ്ങളോട് പറയുവാൻ മാത്രമാണ് പാർട്ടിക്ക് ബാധ്യതയെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. ഏതെങ്കിലും സാധാരണക്കാരന് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞികൃഷ്ണൻ. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട് നേതാക്കന്മാർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ സിപിഎം തേടുന്നില്ലെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴും ദിനംപ്രതി കെ രാഗേഷിന്റെ ജനപ്രീതി ഇടിയുന്നതല്ലാതെ ഒരിഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ രാഗേഷിന് സാധിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് എംഎൽഎമാർ. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേതൃത്വത്തിലുള്ള സഖാക്കളില്ലാതെ കീഴ്കമ്മിറ്റികൾ ചേരാറില്ല. വളരെ അപൂർവമായി ഒരു 0.1% അങ്ങനെ മറ്റോ ചിലപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ ചിലപ്പോൾ ചേർന്നേക്കാമെന്നതല്ലാതെ എല്ലാ കമ്മിറ്റികളും ചേർന്നുമ്പോൾ ഉപരി കമ്മിറ്റിയിലെ സഖാക്കൾ അതിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം അറിയാം. അതിനു പുറമെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ സെക്രട്ടറി ഉപരി കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ അയാളുടെ പത്രസമ്മേളനം എന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പയ്യന്നൂരിലെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളോട് പറയാൻ പൊതുജനങ്ങളോട് പറയാൻ ബാധ്യതയില്ല, ബഹുജനങ്ങളോട് പറയാനേ ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലായോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, കൗണ്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമാണ് ജില്ലയിലെ പരാജയം എന്ന് പറഞ്ഞില്ലേ? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കെ രാഗകൃഷ്ണനോ അല്ല മറ്റാർക്കും. അപ്പോ ഈ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത മറുപടികളും വിശദീകരണവുമാണ് ജില്ലാ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുജനങ്ങളിൽ കെ രാഗേഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായ ഇംപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടി വരുന്നത് ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ്. ഒന്നോ രണ്ടോ അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ചു പറഞ്ഞു. സ്വന്തമായി കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്കിലും ഇതിനെ അനുകൂലിച്ചെന്ന് ജനങ്ങൾ അറിയേണ്ടതില്ല. അപ്പൊ അവരുടെ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രവരെ പറയാൻ കുറെ ആൾക്കാരുണ്ട്. നമ്മള് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് ടി.കെ. ഗോവിന്ദൻ മാത്രമാണ് എതിർത്തത്, തനിക്ക് സ്ഥാനാർത്ഥി ആവണം എന്ന് മാത്രമാണ് ടി.കെ. ഗോവിന്ദൻ പറഞ്ഞത്. ഈ കാര്യമാണ് അവര് നമ്മോട് പറയുന്നത്. അല്ല, അതില് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരാൾ ഒഴിച്ച് അങ്ങനെ തന്നെ പറയും. ഒരാൾ ഒഴിച്ച് ആളെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളോട് അങ്ങനെ ആളെ പേര് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10-60 വർഷം പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പല ചർച്ചകളും പല കാര്യങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടാവും. പാർട്ടി വിട്ടുപോയപ്പോൾ അതൊക്കെ വിളിച്ചു പറയാന്നുള്ളത് ഒരു എന്താ പറയണ്ട, ഒരു മാന്യതയ്ക്ക് ചേർന്നതല്ല എന്നുള്ളത് ഞാൻ അതൊന്നും പറയില്ല എന്ന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് അതിൽ അങ്ങനെ പറഞ്ഞത്, ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഉത്തരം എൻ്റെ അടുത്ത് കിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മാത്രമേ അത് അംഗീകരിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാ, ടി.കെ. ഗോവിന്ദൻ 60 വർഷമായി പാർട്ടി, എന്താ ആഗ്രഹിച്ചു പോയാൽ ഭയങ്കര കുഴപ്പമായി പോവോ? എന്ത് അർഹതയാണ് അവിടെയുള്ള സ്ഥാനാർത്ഥിക്ക്?